വലിയ വിവാദങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവമായി ചർച്ചയിൽ നിൽക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഉയർന്നു വന്നത്. വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, എവിടെയാണ് നിൽക്കുന്നത്? നേരത്തെ NDA സ്ഥാനാർത്ഥിക്കൊപ്പം വിപിൻ ഉണ്ടായിരുന്നു, പ്രതികരണം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. 3 ക്യാമ്പുകളിൽ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെ വിപിൻ? ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ട് നമുക്ക് 2 മേൽപ്പാലങ്ങൾ നൽകി. 2 മണിക്കാണ് NDAയുടെ കൊട്ടിക്കലാശം ഇത് തുടങ്ങേണ്ടത്. പക്ഷെ അതിനു മുൻപ് തന്നെ ഒരു ശക്തി പ്രകടനം എന്നോണം നഗരത്തിലൂടെ ഒരു പ്രകടനമാണ് ഇപ്പോൾ NDA നടത്തിയിരിക്കുന്നത്. BJP ഭരിക്കുന്നതാണ് പാലക്കാട് നഗരസഭ. ഈ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരെയും 28 BJP കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ BJP നടത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു അവസാനമായിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി സംസാരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർക്ക് പിന്നാലെ ചില കൗൺസിലർമാർ കൂടി കോൺഗ്രസിലേക്ക് പോകും, അതിനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നു എന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലാണ് മറുപടി എന്നോണമാണ് ഇപ്പോൾ 28 കൗൺസിലർമാരെയും ചേർത്തുകൊണ്ട് നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തിയിരിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാവ് N. ശിവരാജ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രകടനത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നത് ഈ പിരായിരി പഞ്ചായത്തിൽ നിന്നുൾപ്പെടെ വികസനം പറഞ്ഞുകൊണ്ട്, അതായത് വികസനത്തിന്റെ ഇവിടെ ഉണ്ടായിരുന്ന പോരായ്മകൾ പറഞ്ഞുകൊണ്ട്, ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോരായ്മകൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് പ്രധാനമായും വോട്ടഭ്യർത്ഥിക്കൽ നടക്കുന്നത്. ഇപ്പോൾ പ്രമീള ശശിധരൻ ഇവിടുത്തെ ചെയർപേഴ്സണാണ്, ചേരുകയാണ്. മാഡം, എത്രത്തോളം ഒരു പ്രതീക്ഷ ഉണ്ട്? നല്ല പ്രതീക്ഷയാണ്. ഇവിടെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെ ജയിക്കുള്ളൂ. ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വികസനം എന്താണെന്ന്. ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെ ജയിക്കും. ഇപ്പോൾ നഗരസഭയുടെ ചില വികസനങ്ങൾ, ടൗൺ ഹാളിനെയൊക്കെ സംബന്ധിച്ചിട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏത് പ്രശ്നങ്ങള്? ടൗൺ ഹാൾ MLA-യുടെ ആണ്. MLA ആണ് ഫണ്ട് തരേണ്ടത്. അത് നഗരസഭയെ കുറ്റപ്പെടുത്തേ വേണ്ട. MLA ആണ് അത് പൊളിച്ചിടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതും. MLA ശരിയായ ഫണ്ട് വിനിയോഗിക്കാത്തതിന്റെ പേരിലാണ് ടൗൺ ഹാള് ഇന്നും പൂർത്തീകരിക്കാതെ നിൽക്കുന്നത്. ബാക്കിയുള്ള ബിൽഡിംഗ്സ് ഒക്കെ പാലക്കാട് നഗരസഭ 2016 തുടങ്ങി വെച്ചതാണ്. അതിന്റെ ഫണ്ടിന്റെ അപര്യാപ്തത മൂലമാണ്. ഫണ്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ അതെല്ലാം പൂർത്തീകരിക്കും. ഇങ്ങനെ എല്ലാ കൗൺസിലർമാരും ഉണ്ട്. ഇപ്പോൾ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ്. നഗരസഭയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഷെയർ ഉണ്ടാവും. 10,000-നും 15,000-നും ഇടയിലുള്ള ഒരു വോട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിക്കുള്ള ഒരു പ്രചാരണമാണ് ഈ അവസാന ഘട്ടത്തിൽ ഇന്ന് കലാശക്കൂട്ടിന് തൊട്ടു മുൻപ് BJP NDA കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വിപിൻ സി വിജയൻ, NDA ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങൾ, അവരുടെ പ്രചാരണത്തിന്റെ ഈ മണിക്കൂറിലെ കാഴ്ചകൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയായിരുന്നു. ഒപ്പം തന്നെ R. ശ്രീത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീത്ത്, ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ദിനത്തിലേക്ക് ആ പ്രചാരണം എത്തി നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ദിനത്തിലും ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടി ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് LDF കടക്കുന്ന സാഹചര്യമുണ്ട്. കളക്ടറേറ്റ് മാർച്ച്, അതുമായി ബന്ധപ്പെട്ടുള്ള LDF-ന്റെ പ്രതിഷേധം, കളക്ടർക്ക് പരാതി നൽകുന്ന സാഹചര്യം. എന്താണ് ഈ ഘട്ടത്തിൽ LDF ക്യാമ്പിൽ സംഭവിക്കുന്നത്? ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിട്ടുള്ള പരാതി, അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും കോടതി കയറും എന്നുറപ്പല്ലേ R. ശ്രീ? ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് പാലക്കാട് കൊട്ടിക്കലാശം നടക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയാണ് പാലക്കാട്ടെ 3 മുന്നണികളും തങ്ങളുടെ പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കയറി കലാശിക്കുന്നത്. ഇവിടെയാണ് ഈ 3 സ്ഥലത്ത് ഈ കാണുന്ന റോഡിലേക്കാണ് LDF-ന്റെ പ്രകടനം, LDF-ന്റെ റോഡ് ഷോ വരുന്നത്. സുൽത്താൻപേട്ടിൽ നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കുള്ള ഇടതുപക്ഷത്തിന്റെ LDF-ന്റെ റോഡ് ഷോ വരുന്നത് ഈ റോഡിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് BJP-യുടെ പ്രവർത്തകരും നേതാക്കളും അണിനിരന്ന് കൊട്ടിക്കലാശം കൊഴിപ്പിക്കാൻ പോകുന്നത്. കേണൽ നിരഞ്ജൻ റോഡാണ് BJP-യുടേതായി അവർക്കുള്ളത്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള റോഡാണ്. അവിടെയാണ് UDF-ന്റെ പ്രവർത്തകർ കൊട്ടിക്കലാശം കൊഴിപ്പിക്കാനായി എത്തുന്നത്. അപ്പോൾ ഒരു അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം കൊട്ടിക്കലാശത്തും കൊണ്ട് അതിന്റെ ആവേശത്തിൽ, അത് പ്രവർത്തകരുടെ ആവേശം കൊടുമുടിയോളം എത്തുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ UDF-ന്റെ പ്രവർത്തകർ RYF-ന്റെ കലാജാഥയുടെ
പ്രചാരണ സമാപനമാണ് അവിടെ നടക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി ചെറിയ ചെറിയ വാഹന കൂട്ടങ്ങൾ, പ്രവർത്തകരുടെ കൂട്ടങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും. അങ്ങനെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരം കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് വരികയാണ്. ഉച്ചയ്ക്ക് 1 മണിയാകുന്നതോടെ ഇവിടെ ജനനിബിഡമാകും. ഇവിടെയൊക്കെ പ്രവർത്തകർ ഒഴുകിയെത്തും, നേതാക്കൾ ഒഴുകിയെത്തും. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ആവേശക്കാഴ്ച ഇവിടെ കാണാം. ഇപ്പോൾ നമുക്കൊപ്പം തനേഷ് തമ്പി ചേരുകയാണ്. തമ്പി പാലക്കാട്ടുകാരൻ കൂടിയാണ്. പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ എന്തായിരിക്കും ഇനിയുള്ള വരാൻ പോകുന്ന മുഹൂർത്തം? ശ്രീജിത്ത്, 2 മണിയോടുകൂടി ഈ ചെറിയ ഇടവഴികളിലൂടെ ആളുകൾ ഇങ്ങനെ പ്രവഹിച്ചു തുടങ്ങും. അത് ഈ പ്രധാന പാതകളിലേക്ക് എത്തും. അത് ചെറുപൂരങ്ങളുടെ ഒരു വരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷമാണ് യഥാർത്ഥ പൂരം. സ്ഥാനാർത്ഥികളെയും ആനയിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ 3 ഭാഗങ്ങളിൽ നിന്നുള്ള റോഡുകളിൽ ഒരു വശത്ത് LDF, ഒരു വശത്ത് NDA, മറുവശത്ത് UDF, അങ്ങനെ ഈ പ്രവർത്തകർ ഇങ്ങനെ ഒഴുകിയെത്തി ഇതൊരു വലിയ ജനസഞ്ചയമായി മാറും. വാദ്യഘോഷങ്ങൾ, തോരണങ്ങൾ, ഒരു വർണ്ണ ശബ്ദ ഘോഷയാത്ര എന്ന് തന്നെ പറയാം. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. ജനങ്ങളുടെ നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ട്വിസ്റ്റുകളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആവേശം മുഴുവനും പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമാപനമായിരിക്കും ഇന്നിവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ നേരത്തെ റീജിത്ത് നമ്മളോട് ചോദിച്ച ചോദ്യമുണ്ട്. നിരവധി വിവാദങ്ങൾ, നിരവധി ട്വിസ്റ്റുകൾ, നിരവധി കൂടുമാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ കോടതി കയറുന്ന നിലയിലേക്ക് വ്യാജ വോട്ടിന്റെയും ഒപ്പം തന്നെ കള്ളപ്പണ ആരോപണത്തിന്റെയും കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ രീതിയിൽ ഈ വോട്ടെടുപ്പിന്റെ പ്രചാരണത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ, പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വരും മണിക്കൂറുകൾ കാണാം. തീർച്ചയായും നമുക്ക് തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കാരണം പി സരിൻ സ്ഥാനാർത്ഥിയായി LDF ക്യാമ്പിലേക്ക് വരുന്നു. അതുവരെ NDA, കോൺഗ്രസ്, UDF മത്സരം എന്നുള്ള ഒരിടത്ത് നിന്ന് ശക്തമായ ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് വരുന്നു. പിന്നെ തുടരൻ വിവാദങ്ങളാണ്. അത് EP ജയരാജനാവട്ടെ, അല്ലെങ്കിൽ കള്ളപ്പണ വിവാദമാകട്ടെ, കൂടുതൽ പ്രാദേശിക നേതാക്കൾ ഓരോ പാർട്ടികളിലേക്ക് മാറുന്നതാകട്ടെ, ആ നിലയിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ UDFിലേക്ക് വന്നത് അടക്കമുള്ള ഒട്ടേറെ വിവാദങ്ങളുണ്ട്. ഈ വിവാദങ്ങളൊക്കെ വീക്ഷിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? റീജിത്ത്, ഇതാണ് ഇപ്പോൾ കൊട്ടിക്കലാശം സമാപിക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം. തനേഷ് തമ്പിയും വിവരങ്ങൾ നൽകുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് റോഡിലാണ് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത്. 3 മുന്നണികളുടെയും പ്രവർത്തകർ അവിടേക്ക് എത്താൻ പോകുന്നു. പിന്നീട് അതിശക്തമായി നടന്ന ശക്തമായ ത്രികോണ പോരാട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ കാഴ്ചകൾ, അതിനായുള്ള കാത്തിരിപ്പാണ് ഇന്നത്തെ ഈ പ്രചാരണത്തിന്റെ ദിവസത്തിലെ ഹൈലൈറ്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം.